ഖുർആൻ മതിയാകും, സമയം പോകുന്നത് തിരിയൂല, മനസ്സിലാകൂല. ആ നിലക്ക് അങ്ങനെ ലയിച്ചോതാൻ പറ്റും. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങൾ നിസ്കാരത്തിലായി ദീർഘമായി സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ശത്രുപക്ഷത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്തും നിരീക്ഷിക്കാൻ ആളുണ്ടല്ലോ. ആ നിരീക്ഷിക്കുന്ന ആള് കാണുന്നത് എന്താണ്? മുസ്ലിം പക്ഷത്ത് നിരീക്ഷിക്കുന്ന ആള് നിസ്കാരത്തിലാണ്. അവർക്കറിയാം മുസ്ലിമീങ്ങള് സഹാബാക്കള് നിസ്കാരത്തിൽ നിന്ന ബാക്കിയൊക്കെ മറക്കും, വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്നവർക്കറിയാം. ആ അറിവ് കൊണ്ട് തന്നെ ഈ ശത്രുപക്ഷത്ത് കാവൽ നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇത് നല്ല ചാൻസ് ആണ്, ആ കാവൽ നിൽക്കുന്ന കാവലുകാരനെ കൊന്നുകളയാൻ പറ്റുന്ന സന്ദർഭമാണ് എന്നാലോചിച്ചിട്ട് അതേ ശത്രുപക്ഷത്ത് നിന്നുള്ള ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അയാള് വില്ലിങ് എടുക്കുകയാണ്, അവനായിൽ നിന്ന് അമ്പെടുക്കുകയാണ്, എന്നിട്ട് വില്ലിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിക്കുകയാണ്. അതുകൊണ്ട് അതേ അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ലക്ഷ്യം പിഴച്ചില്ല. അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടു. ശരീരത്തിൽ പതിച്ചപ്പോൾ ആ ശരീരത്തിൽ അമ്പിങ്ങനെ അങ്ങ് ഊരിക്കളഞ്ഞു. അതേ ആരാധനയുടെ ആനന്ദത്തിന്റെ സുന്ദരമായ തലം നിങ്ങൾക്ക് അനുഭവിക്കണോ, മനസ്സിലാകണോ? മഹാന്മാരുടെ ജീവിതത്തിലേക്ക് വരൂ, അവിടെയുള്ള കാഴ്ചകളൊന്നു കാണൂ. സ്വശരീരത്തിലേക്ക് അമ്പ് വന്ന് പതിച്ചപ്പോൾ അതിനെ മെല്ലെ അങ്ങ് പറിച്ചൂരിയിട്ട് മഹാനവറുകളെ ഖിറാഅത്തിൽ അങ്ങ് മുഴുകുകയാണ്, നിസ്കാരത്തിൽ തുടരുകയാണ്. ഈ കാഴ്ച കാണുന്നു അപ്പുറത്ത്. അതാ രണ്ടാം വട്ടവും അമ്പെയ്യുന്നു. അതും അതാ മഹാനവറുകളുടെ ശരീരത്തിൽ വന്ന് പതിയുന്നു. നേരത്തെ വന്നു പറ്റിയ അമ്പ് ഊരി മാറ്റിയതുപോലെ രണ്ടാമത് വന്ന അമ്പും അതേ വലിച്ചങ്ങൂരുന്നു. തുടരുന്നു, നിസ്കാരം തുടരുന്നു. അതാ മൂന്നാമത്തെ അമ്പ് വരുന്നു. ആ അമ്പ് കാലിന്റെ മുകളിൽ ആഴ്ന്നങ്ങ് കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയപ്പോഴും അതേ പന്തസാഹോ അതിനെ വീണ്ടും പറിച്ചെടുക്കുകയാണ്. ആ പറിച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടുതൽ അങ്ങ് കയറിയത് കൊണ്ട് തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി അങ്ങൊലിക്കുന്നു. ആ രക്തം തെറിച്ചങ്ങ് വീണപ്പോൾ ആ രക്തത്തിന്റെ തുള്ളി ആരുടെ ശരീരത്തിൽ വീണ് പോയി, പതിഞ്ഞുപോയി. വിശ്രമിക്കുന്ന അമ്മാർ ഇബ്നു യാസിർ തങ്ങളുടെ ശരീരത്തിൽ അങ്ങ് വീണുപോയി. ശരീരത്തിൽ ആ രക്തത്തിന്റെ നനവ് അനുഭവിക്കുകയാണ്. അതിങ്ങ് അനുഭവിച്ചപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ കാണുന്ന കാഴ്ച എന്താണ്? രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങളെയാണ്. രണ്ട് അമ്പുകളെ വലിച്ചൂരി വെച്ചതാണ്. മൂന്നാമത്തെ അമ്പും വലിച്ചൂരപ്പെട്ട നിലക്കാണ്. ഈ കാഴ്ച അങ്ങ് കണ്ടപ്പോ ബേജാറോടെ വിളിച്ചു പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് അല്ലാ ഇഖലതനി ഇന്ന അവ്വലി സഹമിൻ റമാക ബിഹി. കേൾക്കണം മുഅ്മിനീങ്ങളെ, കേൾക്കണം ഉമ്മമാരെ. 5 നേരത്തെ നിസ്കാരം മനസാന്നിധ്യത്തോടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? ആ നിസ്കാരത്തിൽ ഖിറാഅത്ത് നിർവഹിക്കുമ്പോ നമ്മുടെ മനസ്സിന് സാന്നിധ്യമുണ്ടോ? ആ ഖിറാഅത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ചിട്ടുണ്ടോ? മധുരം അനുഭവിച്ചിട്ടുണ്ടോ? പെങ്ങളെ, ആ
ഫർദ് നിസ്കാരത്തിൽ അതാ നിങ്ങൾ സുജൂദിലായി കിടക്കുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ ഖൽബിന് സാന്നിധ്യമുണ്ടോ? റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് ലയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. നമ്മൾ അമലിന്റെ അതേ ആസ്വാദനം അനുഭവിച്ചിട്ടില്ല. അതിന്റെ ആനന്ദം നുകർന്നവരല്ല, അതിന്റെ ലദ്ദത്ത് അനുഭവിച്ചവരല്ല. ഖൽബൊന്ന് റബ്ബിലേക്ക് തിരിക്കണേ, അവനെ ഒന്ന് ഓർമ്മിക്കണേ, അവനെ ഒന്ന് സ്നേഹിക്കണേ. ആ സ്നേഹത്തിന്റെ മനസ്സോട് നിസ്കാരത്തിൽ ഒന്ന് നിന്നിട്ട് നമ്മൾ ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ, സുന്നത്ത് നിസ്കരിച്ചാൽ, ഓ ഉമ്മാ വാപ്പാ, ആ നിസ്കാരത്തിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ആസ്വാദനമാണ്. ആ ആസ്വാദനം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു മഹാന്മാരുടെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിലേക്കുള്ള ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ച് നമുക്ക് നിസ്കരിക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ടോ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങള്, ആ തങ്ങളതാ ഈ അമ്പ് ആവർത്തിച്ചു വന്നിട്ടു ചോദിച്ചു അമ്മാർ ബിൻ യാസിർ തങ്ങള്, ആദ്യത്തെ അമ്പ് വന്ന് തറക്കുമ്പം തന്നെ എന്തേ എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചുണർത്തിയില്ല? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന്റെ മറുപടി അബ്ബാദ് തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണേ, ഒന്ന് മനസ്സിൽ തറക്കണേ. ഫഖാല അബ്ബാദ്, മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ പറയാണ്, കുന്തു ഫീ സൂറത്തിൻ അഖറഉഹാ, ഓ അമ്മാറേ, ഞാൻ ഇതാ ഖുർആനിൽ ഒരു സൂറത്ത് അധ്യായം ഈ നിസ്കാരത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയായിരുന്നു. ആ പാരായണം ചെയ്യുന്ന സമയത്താണ് എന്റെ ശരീരത്തിൽ ഈ അമ്പ് വന്ന് പതിക്കുന്നത്. ആ സമയത്ത് ഫലം നടക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ അമ്പ് വന്നിങ്ങനെ പതിഞ്ഞപ്പോ മുറിക്കാൻ എനിക്ക് തോന്നിയില്ല, എനിക്ക് ഇഷ്ടമായില്ല. റബ്ബിന്റെ കലാമാ നിസ്കാരത്തിൽ വെച്ച് മുറിച്ചിട്ട് നിങ്ങളെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. ആ കലാമിന്റെ ഖിറാഅത്തിന്റെ ആസ്വാദനത്തിൽ ഞാൻ അങ്ങ് തുടർന്നതാണ്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ കൊടുത്ത മറുപടിയാണ് കേട്ടോ. ആ നിലക്ക് റബ്ബിലേക്ക് ആസ്വദിച്ച് അമൽ ചെയ്ത മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിലല്ലേ പാപിയായ റാഷിദിന് പോകാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഹമ്മദിനും അബൂബക്കറിനും പോകാനുള്ളത്, ഖദീജക്കും ഫാത്തിമക്കും പോകാനുള്ളത്. നല്ല ഒരു മാറ്റത്തിന് നമ്മൾ തീരുമാനിച്ചാലല്ലേ നമുക്കതിന് കഴിയൂ. ഈ മജ്ലിസിൽ വെച്ച് മഹാന്മാരെ അനുസ്മരിക്കുകയും അവരെ ആദരിക്കുകയും അവരോട് മഹബ്ബത്ത് കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു മജ്ലിസിൽ വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കണേ, ഒരു തീരുമാനമെടുക്കണേ. എങ്കിലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ആ നിലക്ക് ഖൽബ് റബ്ബിലേക്ക് ചേരണം, റബ്ബിലേക്ക് തിരിയണം. കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിശദീകരിച്ചില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, തീർച്ചയായും മുഅ്മിനീങ്ങളില്ലേ അല്ലദീന അവരെങ്ങനത്തവരാണ്, ഇദാ ദുകിറല്ലാഹ് അവരെ മുന്നിൽ അല്ലാഹുവിനെ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടക്കുമല്ലോ. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു അവരുടെ മേൽ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാലോ സാദത്തുഹും ഈമാനാ അവരെ ഈമാൻ വർദ്ധിച്ചു പോയല്ലോ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ റബ്ബിന്റെ
എന്റെ മേൽ സർവകാര്യത്തിലും അവര് ഭരമേൽപ്പിക്കുന്നവരാണല്ലോ. അല്ലദീന യുഖീമൂനസ്സലാ, ആ മുഅ്മിനീങ്ങൾ ആരാണെന്നറിയോ? ആ നിസ്കാരത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സൃഷ്ടാവാകുന്ന റബ്ബ് അവർക്ക് കൊടുത്ത സമ്പത്തില്ലയോ, നിഅമത്തുകളില്ലയോ, അതിനെ വേണ്ടതുപോലെ ചെലവഴിക്കുന്നവരാണ്. ഈ സ്വഭാവങ്ങൾ ഉള്ളവരാണോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ഇത്തരം സ്വഭാവങ്ങൾ ഉള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്കുണ്ട് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. വമഗ്ഫിറത്തുൻ, അവനിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്. വരിസ്ഖുൻ കരീം, അതേ റബ്ബിൽ നിന്നുള്ള ആദരണീയമായ ഭക്ഷണം, വലിയ ഔദാര്യങ്ങളും അവനിൽ നിന്ന് ഇത്തരം സ്വഭാവമുള്ള വിശ്വാസികൾക്ക് ലഭിക്കുന്നല്ലോ, ലഭിക്കുമല്ലോ. ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഈ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ ശ്രമിക്കണ്ടേ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കട്ടെ. അതേ, പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നോളൂ. പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് മജ്‌ലിസിലേക്ക് വന്നോളൂ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, അവനിലേക്ക് മനസ്സു തിരിച്ച്, അവന്റെ പൊരുത്തം ആഗ്രഹിച്ച്, അവന്റെ മുന്നിൽ മനസ്സാന്നിധ്യത്തോടെ ഇബാദത്ത് ചെയ്യണമെന്ന് കൊതിച്ചിട്ട് നമ്മൾ ഈ മജ്‌ലിസിൽ സംസാരിച്ചില്ലേ? പറഞ്ഞ എന്റെ കൽബിലെ റബ്ബിനോട് ചെറിയൊരു മഹബത്ത് വർദ്ധിക്കണ്ടേ? നിങ്ങളെ കൽബിലും അങ്ങനെ ഒരു മഹബത്ത് വർദ്ധിക്കണ്ടേ? മഹാന്മാര് കണ്ടോ, അവരെ പൊട്ടി പൊട്ടി കരയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി നസീഹത്ത് ചെയ്തു. ആ നസീഹത്ത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ അതാ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണോ, സംസാരിക്കുകയാണോ? നിങ്ങൾക്ക് അതാ കരച്ചിൽ വരുന്നില്ലേ എന്ന് മുത്തുനബി ചോദിക്കുമ്പോ സ്വഹാബാക്കളെ കൽബ് പൊട്ടുന്നവരല്ലേ? അതേ, വില കുറച്ച് കാണുന്നവരല്ലല്ലോ. അവരെ കൽബങ്ങ് പൊട്ടി. സുഫത്തിന്റെ അഹ്ലുകാര് മുഴുവനും അങ്ങ് കരയാൻ തുടങ്ങി. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, മസ്ജിദുൽ നബവിയിൽ നോക്കുമ്പോ കരച്ചിലിന്റെ തേങ്ങിയുള്ള കരച്ചിലിന്റെ ശബ്ദമല്ലാതെ മറ്റൊരു സംഭവം കേൾക്കുന്നില്ല. ആ നിലക്ക് കരഞ്ഞിങ്ങനെ സമയം ചെലവഴിച്ചു. ആ സമയം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. റസൂലുള്ളാഹിനോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു, നബിയേ എനിക്കരയല്ല, കരച്ചിൽ അവസാനിപ്പിക്കൂ. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മൻ അതേ വലാ യലിദുന്നാർ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞവരാരുണ്ടോ അവര് നരകത്തെ അനന്തരം എടുക്കൂല നബിയേ. ഈ സന്തോഷ വാർത്ത സഹാബാക്കളോടൊന്ന് പറയണേ നബിയേ. ഓ മുഅ്മിനീങ്ങളെ, റബ്ബിനെ ഭയപ്പെട്ടു കരയണം. ഏതെങ്കിലും ഒരു രാത്രി റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി കിടന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതല്ലേ? ഹറാമുകൾ പലതും ചെയ്തിട്ടില്ലേ? കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ടില്ലേ? കാതുകൊണ്ട് ഹറാമ് കേട്ടിട്ടില്ലേ? കൈകളെ കൊണ്ട് ഹറാമ് പിടിച്ചിട്ടില്ലേ? കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ലേ? റബ്ബ് പൊരുത്തപ്പെടാത്ത പലതും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഇത്രയും വലിയ തെറ്റുകളും ആ പാപത്തിന്റെ ഭാരങ്ങളും പേറി നടക്കുന്ന നമുക്ക് എന്തേ കൽബ് പൊട്ടാത്തത്? കൽബ് പാറ പോലെ ഉറച്ചു പോയത്? ഒരു മാറ്റത്തിന് നമ്മളെ കൽബ് വിജയമാക്കണ്ടേ?
അതിനൊരു പദം വരുത്തണ്ടേ. ആ പദം വരാൻ ജലാലിയത്തിന്റെ ഇസ്മിനെ സ്നേഹിച്ച് നമ്മൾ ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. റബ്ബിലേക്ക് ഖൽബ് പൊട്ടി ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ഒന്ന് കഴിയുമോ? അതിനൊന്ന് തീരുമാനിക്കുമോ? കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒന്ന് തീരുമാനിച്ച് 2 റക്അത്ത് നിസ്കരിച്ച്, ഓ അങ്ങന്മാരെ, ഓ സഹോദരങ്ങളെ, ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് റബ്ബിലേക്ക് ഖൽബ് തിരിച്ചിട്ട് ഒരു 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നൊന്ന് ചൊല്ലാമോ? ഇജാബത്തുള്ള സമയമാണ്. റബ്ബിലേക്ക് ഏറ്റവും കേൾക്കുന്ന ദുആ, ഇജാബത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അത് 2 സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 സമയങ്ങളിൽ ഒന്ന് ഫീ ജൗഫിൽ ലൈൽ, പാതിരാത്രിയാണ്. സർവരും ഉറങ്ങിക്കിടക്കുമ്പോ ആ സമയത്ത് റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് സ്നേഹത്തോടെ റബ്ബിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് ഓരോ സെക്കൻഡിലും എനിക്ക് നിയമത്ത് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്ന, എനിക്ക് സർവസ്വവും തന്ന റബ്ബിനെ മഹബത്ത് വെച്ചുകൊണ്ട് അവനിലേക്ക് ഖൽബ് ചേർത്ത് വെച്ച് ഒന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയ 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ ഇനി അതിന് പറ്റൂലേ? നിങ്ങൾക്ക് അതാ ദുആയുടെ സമയത്ത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ 300-ൽ പരം കെണുപ്പുകളുണ്ടല്ലോ നമുക്ക് തന്നത്. ഈ കെണുപ്പുകൾക്ക് ഓരോന്നിനും സദഖ ചെയ്യലുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സദഖകൾക്ക് മുഴുവനും പരിഹാരമായി മുത്തുനബി പറഞ്ഞതാണ് 2 റക്അത്ത് ദുഹാ നിസ്കാരം എന്നത്. അത് ദുഹാ നിസ്കാരത്തിന്റെ വല്ലാത്തൊരു ആത്മീയ സൗന്ദര്യമാണ്. അതെങ്കിലും ഒന്ന് പതിവാക്കുമോ? ഒരു മാറ്റം ഈ മജ്‌ലിസിൽ നിന്ന് വേണ്ടേ? ആരാധനകളിൽ ഒരു വർധനവ് വേണ്ടേ? അതിനു വേണ്ടി 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്നുകിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, അല്ലെങ്കിൽ 2 റക്അത്ത് ദുഹാ നിസ്കാരം. അതൊന്ന് നമ്മൾ പതിവാക്കിയാൽ, ഈ മജ്‌ലിസിൽ വെച്ച് അതിനു വേണ്ടി ഒരു തീരുമാനമെടുത്താൽ, പാവപ്പെട്ട റാഷിദ് ഇവിടെ വന്നിട്ട് വയല് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ എനിക്ക് ആഖിറത്തിലേക്ക് എന്തെങ്കിലും സമ്പാദ്യം വേണ്ടേ? നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ മുത്തുനബി എന്റെ കൈപിടിക്കണ്ടേ? എന്നിലേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കണ്ടേ? അങ്ങനെ നോക്കണമെന്ന് കൊതിച്ചിട്ട് അവിടുത്തെ തിരുചര്യയിൽ നിന്ന് അതാ 2 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. കഴിയുന്ന ഉമ്മമാരൊക്കെ അത് പതിവാക്കാൻ തുടങ്ങി. ഉപ്പമാരൊക്കെ ഇന്ന് മുതലൊന്ന് പതിവാക്കാൻ തുടങ്ങിയാൽ എന്റെ മുത്തുനബി എന്നെ നോക്കുമല്ലോ, എന്റെ മുത്തുനബി എന്നെ നോക്കുമല്ലോ, എന്റെ കൈപിടിക്കുമല്ലോ, എന്നെ കൈയൊടിക്കില്ലല്ലോ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഈ മജ്‌ലിസ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയത്തായി ഇത് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കി മാറ്റി തരണേ അല്ലാഹ്. എല്ലാവരും 11 സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിൽ സമയത്ത് എല്ലാവരും നല്ല ഒരു സംഭാവന